നമസ്കാരം. ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടനമായി ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാന ദിവസം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ബീഹാറിലെ അവസാന ദിവസമായ ഇന്ന് ബീഹാറിൽ മുൻ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി യാദവും നിരവധി ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ബീഹാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവേശോജ്വലമായ സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നത്. ഇന്ന് ബീഹാറിലെ അവസാന ദിവസമായ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഭാഗമായി തേജസ്വി യാദവും ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും അണിചേർന്നതോടുകൂടി ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി മാറി ഭാരത് ജോഡോ ന്യായ് യാത്ര. സസ്രത്തിൽ നിന്നും മൊഹാനിയിലേക്കുള്ള പ്രചാരണ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അനുഗമിച്ച് തേജസ്വി യാദവും റാലിയിൽ പങ്കെടുത്തു. വൈകുന്നേരം മൊഹാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ തേജസ്വി യാദവിൻ്റെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആവേശമാണ് RJD പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഇടതുപക്ഷ പാർട്ടികളുടെ അണികൾക്കിടയിലും ആവേശം ചെലുപ്പിച്ചത്. BJPക്കും നിതീഷ് കുമാറിനും ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് മൊഹാനിയയിലെ പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അഭിസംബോധന ചെയ്തത്. വരും നാളുകളിൽ RJD നേതാവ് തേജസ്വി യാദവും ബീഹാറിൽ പദയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ബീഹാറിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന തേജസ്വിയുടെ പദയാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും ബീഹാറിലെ ഇടതുപക്ഷ പാർട്ടികളും അണിചേരുന്നതോടുകൂടി ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ലഭിച്ച ആവേശോജ്വലമായ സ്വീകരണം പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ബീഹാറിൽ ലഭിച്ചിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് ബീഹാറിൽ ലഭിച്ച ആത്മവിശ്വാസം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പോരാട്ടത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബീഹാറിൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി ഇന്ത്യ മുന്നണി പ്രചാരണ കളത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് ഇന്ത്യ മുന്നണി.